Hello, buddies. Versatility art section പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആപ്പിളിനെയാണ് വരയ്ക്കാൻ പോകുന്നത്, മുറിച്ച് വെച്ച ആപ്പിളിൻ്റെ കഷ്ണം. അപ്പോൾ നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഇവിടെ ലിങ്ക് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കാണാം. ആദ്യത്തെ ഫേബർ കാസ്റ്റലിൻ്റെ 9000 സെറ്റ് നമ്മൾ കഴിഞ്ഞ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പോൾ ഈ പെൻസിൽസാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണേ. ഇതിൻ്റെ കൂടെ നമ്മൾ ക്യാമലിൻ്റെ ഈ ഡ്രോയിങ് പെൻസിൽസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് നമ്മൾ ഉപയോഗിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ജെൽ റോൾ പെന്ന് വേണം നമുക്ക്. പിന്നെ ഒരു ടോംബോ മോണോ സീറോ റേസർ വേണം. പിന്നെ റബ്ബർ സ്മഡ്ജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോണത്, ഇതിനെ ശരിക്കും ബ്ലെൻഡിങ് സ്റ്റമ്പ് എന്നാണ് പറയുക. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, പേപ്പർ ചുരുട്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയേക്കണത്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ബ്രഷും ഉപയോഗിക്കാം. ഞങ്ങളുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്യേണ്ടായിരുന്നു. ആ ഗിവ് അവേനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ആപ്പിൾ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആപ്പിൾ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4B പെൻസിൽ എടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷെയ്ഡാണ് നമ്മൾ കൊടുക്കണം. ലൈറ്റായിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഷെയ്ഡിങ് വേണ്ട അവിടെയൊക്കെ എന്താ പറയുക ഷെയ്ഡ് ചെയ്യാം 4B പെൻസിലുകൊണ്ട്. അപ്പോൾ അടുത്തതായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡാർക്കർ ഷെയ്ഡ്, അതായത് 6B പെൻസിൽ ഉപയോഗിച്ചിട്ട് കൂടുതലായിട്ട് എവിടെയൊക്കെയോ ഡാർക്കർ റീജിയൻസ് വരണേ അവിടെയൊക്കെ നമ്മൾ ഡാർക്കായിട്ട് ഈ 6B പെൻസിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ലെയറായിട്ട് കൊടുക്കാൻ കാരണം നമുക്ക് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം 4B കൊടുത്തു, പിന്നെ 6B കൊടുത്തു. ഇപ്പോൾ ഇനി നമ്മൾ 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഏറ്റവും ഡാർക്കറായിട്ടുള്ള റീജിയൻസിൽ നമ്മൾ നന്നായിട്ട് ഷെയ്ഡ് ചെയ്യും. ഇതേ ഷെയ്ഡിങ് പ്രൊസീജിയേഴ്സ് തന്നെയാണ് നമ്മൾ ബാക്കി പീസുകൾക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോർഡർ കൊടുക്കലാണ്. അപ്പോൾ ഡാർക്കർ ഷെയ്ഡ്, അതായത് 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് ബോർഡറുകൾ കൊടുക്കുക. അപ്പോൾ ചില റീജിയൻസിൽ ബോർഡർ കൊടുത്തിട്ടുണ്ടാവില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് അവിടെയാണ് വരുന്നത്. അപ്പോൾ ആ റീജിയൻസിലൊന്നും വേണ്ട, അല്ലാണ്ട് ഒട്ടുമിക്ക റീജിയൻസിലൊക്കെ ബോർഡർ കൊടുക്കുക. ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് തൊലി ഭാഗത്ത് ഷെയ്ഡ് ചെയ്യലായിരുന്നു. ഇനി ഉൾഭാഗത്ത് നമുക്കറിയാം എന്തായാലും തൊലിയുടെ അവിടെ ഉള്ള മാതിരിയുള്ള ഷെയ്ഡിങ് നമുക്ക് ഉൾഭാഗത്ത് ആവശ്യമില്ല, ചെറിയ ഷെയ്ഡിങ്ങേ വേണ്ടൂ. അപ്പോൾ ആദ്യം 4B പെൻസിൽ എടുത്തിട്ട് ലൈറ്റായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. അവിടെ വെള്ള കളറാണല്ലോ നമുക്ക് വേണ്ടത്. ഓൾമോസ്റ്റ് എൻഡിങ് ആവാറായി. അപ്പോൾ നമുക്ക് ഡാർക്കർ റീജിയൻസ് വരുന്ന സ്ഥലത്ത് അവിടെയൊക്കെ നമ്മൾ 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഡാർക്കാക്കുക. അതായത് മാക്സിമം നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഷാഡോസ് വരുന്ന റീജിയൻസിലൊക്കെ ഡാർക്കായിട്ട് കൊടുക്കുക. ലൈറ്റുള്ള റീജിയൻസിലാണെങ്കിൽ ലൈറ്റായിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ ബ്ലെൻഡിങ് സ്റ്റമ്പ് ഉപയോഗിക്കാൻ പോകുന്നത്. ബ്ലെൻഡിങ് സ്റ്റമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് ഏത് പെൻസിൽ ഡ്രോയിങ്ങും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഉണ്ടാക്കിയ സാധനം വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ. ഇനി നമുക്ക് ആപ്പിളിൻ്റെ ഷാഡോ കൊടുക്കണമല്ലോ അടിഭാഗത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾക്ക് എങ്ങനെയാണോ ലൈറ്റിൻ്റെ ആ ഒരു അത് നോക്കിയിട്ട് നമ്മൾ ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പാണ് ഈ
ഇത്രയും നേരം ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ മെയിനായിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അതിൽ ഈ ചെറിയ സ്ട്രോക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് കാണിക്കലാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മളിവിടെ ടോംബോ മോണോ സീറോ റേസർ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ്, അതായത് വെളിച്ചം എവിടെയൊക്കെ വരണോ അവിടെയൊക്കെ ആ റീജിയൻസിലൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കളയുക. പിന്നെ അതേമാതിരി ചെറുതായിട്ട് സ്ട്രോക്സ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മോണോ സീറോ റേസർ വെച്ചിട്ട് തന്നെ പറ്റുള്ളൂ, സാധാ റേസർ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ ചാനൽ വേഴ്സിറ്റിലിറ്റി, അതിൻ്റെ പേര് സജസ്റ്റ് ചെയ്യണ മാതിരി ആർട്ട് സെക്ഷൻ ഉണ്ട്, DIY സെക്ഷൻ ഉണ്ട്, ഡാൻസ് ഉണ്ട്, ടെക് ഉണ്ട്, മൂവി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് ഞങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ആവണ സമയത്ത് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കാർഡ് നൽകാൻ പോവാണ്, ഗിവ് അവേ ആയിട്ട്. അപ്പോൾ 3 ഭാഗ്യശാലികൾക്കാണ് ഞങ്ങൾ ഈ ഗിഫ്റ്റ് കാർഡ് നൽകുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് ഞങ്ങൾ തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ ആ 100 രൂപ ഡിഡക്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഗിവ് അവേയിൽ എങ്ങനെ എൻ്റർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് കൂടാണ്ട് ഒരു അഡീഷണൽ സംഭവം കൂടി ഉണ്ട്. നമുക്ക് വേഴ്സിറ്റിലിറ്റി യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ അടിയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ പോയിട്ട് ഫോളോ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല ഞങ്ങളെ പേഴ്സണലായിട്ട് ഒരു DM-ഉം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഗിവ് അവേയിൽ നിങ്ങൾ എൻ്റർ ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആവശ്യമുണ്ട്, എന്നാലേ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഗിവ് അവേ ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ.